അഥവാ ട്രാൻസ്ഫോർമേഷൻ. ഈ പി സി ജോർജിന്റെ ഒരു കാര്യം. കൊള്ളാം, നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഞാൻ ഒരു സംഭവം തന്നെ. ഇന്ന് എന്ത് ദിവസമാണെന്ന് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? എന്ത് ചോദ്യമാണ് ഇന്ന് ബർത്ത്ഡേ അല്ലേ? അത് ഞാൻ മറക്കുവോ? ഓഹോ, അപ്പൊ നിങ്ങൾക്ക് അത് ഓർമ്മയില്ല അല്ലേ? അത് പറഞ്ഞു. പിന്നെ എന്താ ഇന്ന്? എന്റെ മനുഷ്യ, ഇന്ന് പള്ളിയിൽ നിന്ന് അച്ഛൻ ഹൗസ് വിസിറ്റിന് വരുന്ന ദിവസമാണ്. അയ്യോ, അപ്പൊ ഒരു അവധി ഉള്ളത് പോയി കിട്ടി. ഇനിയിപ്പോ ക്ലീനിങ് തുടങ്ങണം. അതല്ലേ നീ പറയാൻ പോകുന്നത്? ഇന്നലത്തെ പാർട്ടിയുടെ ക്ഷീണം മാറ്റണമെന്ന് റിലാക്സ് ചെയ്യാമെന്ന് വെച്ചാൽ സമ്മതിക്കൂല. പാർട്ടിയും ഗെയിമും അങ്ങനെ എപ്പോഴും തിരക്കല്ലേ? നേരത്തും കാലത്ത് ഒരു പ്രാർത്ഥനയുണ്ടോ ഈ വീട്ടില്? നമുക്ക് വേണ്ടി അച്ഛനെങ്കിലും പ്രാർത്ഥിക്കട്ടെ. അങ്ങനെയെങ്കിലും ഈ വീട്ടിലൊരു പ്രാർത്ഥന നടക്കുമല്ലോ. എന്തേലും ആട്ടെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നീ ആ പിള്ളേരെ പോയെന്ന് വിളിക്കാവോ? 2 എണ്ണം എഴുന്നേറ്റിട്ടില്ലല്ലോ. എങ്ങനെ എണീക്കാനാ? രാത്രി 2-3 മണി വരെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിപ്പല്ലേ. അയ്യോ, എന്തു പറ്റി? ഇന്ന് നേരത്തെ ആണല്ലോ. 12 മണി ആയതല്ലേ ഉള്ളൂ. ഇനി വെറുതെ ഫോണിൽ കളിച്ച് സമയം കളയാതെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്ക്. ബൈബിൾ എന്തിയേ? എന്റെ ഈശോയെ, ബൈബിള് കൈകൊണ്ട് തൊട്ടിട്ട് വർഷങ്ങളായി. എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. അച്ഛനെങ്ങാനും ചോദിച്ചാൽ നാണക്കേടാവും. ഇനിയിപ്പം എന്ത് ചെയ്യും? അത് ശരിയാ, അച്ഛൻ വായിക്കാൻ പറഞ്ഞാൽ നീ വായിച്ചോണം. അച്ഛൻ വന്നോന്നാ തോന്നുന്നത്. സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മൈക്കിളെ, പള്ളിയുടെ ഭാഗത്തോട്ട് കണ്ടിട്ട് കുറെ കാലമായല്ലോ. ഒന്നും പറയണ്ട അച്ഛാ, ഭയങ്കര ബിസിയാ. ആകെ ഒരു ഫ്രീ ഡേ കിട്ടുന്നത് സൺഡേ ആണ്. അന്ന് രാവിലെ പള്ളിയിലോട്ട് പോന്നാൽ പകുതി ദിവസം മാറി കിട്ടും. അതുകൊണ്ട് വരവ് പൊതുവെ കുറവാണ്. പിന്നെ ചെണ്ട പ്രാക്ടീസ് ഉള്ള ദിവസം ഞാൻ കറക്റ്റായിട്ട് വരാറുണ്ട് അച്ഛോ. ഞായറാഴ്ച കടമുള്ള ദിവസമാണെന്ന് അറിയില്ലേ? കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ചേട്ടാ, ആ മാത്യൂസ് കടം വാങ്ങിയത് തിരിച്ചു തന്നോ? ആ കടമല്ല, ഞായറാഴ്ച കുർബാന നല്ല ഒരുങ്ങി പങ്കെടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരുക്കത്തിന്റെ കാര്യത്തിൽ ഇവൻ മുമ്പിലാച്ച. നാട്ടിലെ ശീമാട്ടി, ജയലക്ഷ്മി, ഇവിടെയൊക്കെയുള്ള ലേറ്റസ്റ്റ് ഡിസൈനർ സാരിയും ചുരിദാറും അതിന് ചേരുന്ന ചെരുപ്പും ജൂവലറിയും ഒക്കെ വാങ്ങി പെട്ടി നിറച്ച് എന്നെ കൊണ്ട് ചുമപ്പിക്കുന്നത് പിന്നെ എന്തിനാന്നാ? മോനെ, നീ പള്ളിയിൽ വരാറുണ്ടോ? Yeah, I was there for last Baranal, Acha. The beef curry was really yummy. Did we make it at church, Acha? എന്റെ കർത്താവേ, മോളെ നിന്റെ കാര്യം എന്താ? Yes, Acha. I come for CCD. I am too busy with all my extracurricular activities. Also, I have my Arangetum practice on Sundays. So Saturday Massine അടുത്തുള്ള ഇംഗ്ലീഷ് പള്ളിയിൽ പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റിയത് പള്ളിയും കുർബാനയും മാത്രമാണെന്ന് സാരം. കുർബാനയ്ക്കും CCDക്കും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച. ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു വിലയുമില്ല. ആട്ടെ, റോസിയുടെ കാര്യം എങ്ങനെയാ?
എല്ലാ ആഴ്ചയിലും പള്ളിയിൽ വരാറുണ്ടോ? അത് അച്ചോ സമയമുള്ള ആഴ്ചകളിലൊക്കെ വരാറുണ്ട്. ഞാനും ഭയങ്കര ബിസിയാണ് അച്ഛാ. ഞാനാണിപ്പോൾ അമ്മയുടെ പ്രസിഡന്റ്. അമ്മ നടത്തിയ കലോത്സവത്തിൽ ഇവളാ കലാതിലകം. ആരുടെ അമ്മയുടെ കാര്യം പറയുന്നത്? ആരുടെ അമ്മയല്ല അച്ഛാ, ഇത് അമ്മ എന്ന സംഘടന, അമേരിക്കൻ മലയാളി മഹിളാ അസോസിയേഷൻ. അമ്മയ്ക്ക് മാത്രമേ ഉള്ളോ? അപ്പന് സംഘടന വല്ലതും ഉണ്ടോ? Dad is youth club secretary. Last Sunday, അവരുടെ ബാഡ്മിന്റൺ കോമ്പറ്റീഷൻ ആയിരുന്നു. യൂത്ത് ക്ലബോ? ആട്ടെ, കുടുംബ പ്രാർത്ഥനയെങ്കിലും ഉണ്ടോ? അതെങ്ങനെയാ അച്ഛാ? ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒന്നിനും സമയം കിട്ടാറില്ല. കുട്ടികളുടെ കോച്ചിങ്ങും ആക്ടിവിറ്റീസും ഒക്കെ ആയി ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് നിർത്താതെയുള്ള ഓട്ടം അല്ലേ. നിങ്ങൾ ഭക്ഷണം എങ്കിലും കഴിക്കാറുണ്ടോ? ഫുഡ് സ്കിപ്പ് ചെയ്താലും ഇവിടെ കുഴപ്പമില്ല അച്ഛാ, പക്ഷെ ക്ലാസ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. That's the rule here. മക്കൾക്ക് ഡോർ ഡാഷ് ഡെലിവറി അവക്കാണ് അടുത്തുള്ള മലയാളിക്കട പറ്റുവരെയുണ്ട്. പിന്നെ എന്നാ കുഴപ്പം? ദൈവമേ, നീ അറിയാതെ ഒന്നും നടക്കില്ലല്ലോ. ആ, എന്നാ നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. മോനെ, ആ ബൈബിൾ എടുത്ത് എഫേസ്യസ് 5:22 മുതൽ ഒന്ന് വായിച്ചേ. അച്ഛൻ എന്ത് വായിക്കാനാ പറഞ്ഞത്? I've never heard of that before. പൊന്നുമോൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ തന്നെ പ്രാർത്ഥിച്ചോളാം. നമ്മളിപ്പോൾ കൈത്താക്കാലത്തിലാണല്ലോ. What കാലം? I thought it was വേനൽക്കാലം. Summer, right? Bro, മിണ്ടാതിരിടാ. മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? CCDക്ക് പോകാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി മാത്രം ചെയ്ത് നടന്നാൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയുവാൻ കഴിയും? ഞായറാഴ്ചയും പറ്റുമ്പോഴൊക്കെയും നിങ്ങൾ പള്ളിയിൽ വരണം. പിന്നെ കുടുംബ പ്രാർത്ഥനയും മുടക്കരുത്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ അച്ഛൻ? ഇതൊക്കെ നടത്തണം. ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന പേരും പെരുമയും ഒന്നും മരിക്കുമ്പോൾ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ സാധിക്കില്ല. മക്കളെ ദൈവത്തിലേക്ക് നയിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ഇനി നിങ്ങളെല്ലാം സ്ഥിരമായി പള്ളി കണ്ടേക്കണം. ശ്രമിച്ചു നോക്കാം അച്ഛാ. അങ്ങനെയല്ല അച്ചോ, ഞങ്ങൾ വന്നോളാം. കുടുംബ പ്രാർത്ഥനയും ഞായറാഴ്ച കുർബാനയും ഇനി ഞങ്ങൾ മുടക്കില്ല. ദൈവത്തിന് സ്തുതി.